ഹായ്, ഞാനിവിടെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട്. ഡെറ്റോളിൻ്റെ സോപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏത് സോപ്പാണോ ഉള്ളത് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സോപ്പിൻ്റെ പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പകുതി സോപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു മാസ്കാണ്. അപ്പം അതിൻ്റെ ആ ഒരു ഭാഗം നമുക്കിതുപോലെ ഒരു സൈഡ് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതുപോലെ ഈ സോപ്പ് ഫുള്ള് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ്. അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കംഫർട്ടാണ്. അപ്പോൾ കംഫർട്ടോ സ്റ്റിഫ് ആൻഡ് ഷൈനോ ഏത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇനി നമുക്ക് ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഈ മാസ്കിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്ത വള്ളി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കിത് ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മളിത് നമ്മുടെ ബാത്റൂമിൻ്റെ ടോയ്ലറ്റ് എൻ്റെ ഫ്ലഷ് ടാങ്കിലാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ബ്രഷ് കൊണ്ടൊന്നും ഉരച്ച് കഴുകാതെ തന്നെ എപ്പോഴും നല്ല ഫ്രഷായിട്ട് കിടക്കുകയും ചെയ്യും. അഴുക്കും കറകളും ഒന്നും പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. അപ്പോൾ ബ്രഷ് കൊണ്ട് ഉരച്ച് കഴുകി നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.